ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ എൻ്റെ വീടിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ്. എന്താ പറയുക, നമ്മൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവില്ലേ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കുറച്ച് കാശൊക്കെ സ്വരൂപിച്ച് നമ്മളിങ്ങനെ വരുമ്പോഴായിരിക്കും ഒരു അടിയന്തരാവസ്ഥ പോലെ മറ്റെന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇടുത്തി പോലെ നമ്മുടെ തലയിൽ വന്ന് വീഴുക. അതാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ. ചെതലിൻ്റെ ശല്യം ഒരു രക്ഷയുമില്ല. ചെതലിൻ്റെ ഈ ശല്യം കാരണം എത്രയോ നോക്കൂ, വീടിൻ്റെ റൂമിൻ്റെയും ബാത്റൂമിൻ്റെയും കട്ടിലയിൽ നിങ്ങൾ കാണുന്ന ചെതലിൻ്റെ കൂട്ടമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിന്ന് ചെതൽപ്പാറ്റകൾ ഇങ്ങനെ പറന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് ഇത് പൊളിച്ച് WPC കൊണ്ടുള്ള മറ്റേ കട്ട്ള വെച്ച് വീണ്ടും പണിയാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കട്ട്ളയൊക്കെ പൊളിച്ച് ആകെ മെനക്കേടായി. പ്രത്യേകിച്ച് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടല്ലോ, അപ്പോൾ ഈ പൊളിക്കലും കാര്യങ്ങളും പൊടിയും പടലും ഒക്കെ. നിങ്ങൾ ആ കട്ട്ളയൊക്കെ നോക്കൂ, എല്ലാം ദ്രവിച്ചു, ചെതലെല്ലാം ഭക്ഷിച്ച് എല്ലാം നശിച്ചു. ആകെ പ്രശ്നം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചെതൽപ്പാറ്റകളാണ്. അതിൻ്റെ മുകളിലെ ചെതൽപ്പാറ്റകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെയല്ല, ഇത് കൂട്ടം കൂട്ടമായിട്ടാണ് റൂമിലേക്കൊക്കെ കടന്നു വരിക ചില പ്രത്യേക സാഹചര്യങ്ങൾ. അങ്ങനെയാണ് ഈ തീരുമാനം. ഇതെല്ലാം പൊളിച്ച് പുതിയതാക്കാൻ തീരുമാനിച്ചത് WPCയുടെ ആ രംഗങ്ങളാണ്. ഇതാണ് WPCയുടെ ഫ്രെയിംസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ചട്ടങ്ങൾ, കട്ട്ള. അതിനു വേണ്ടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ആകെ 2 ദിവസം ഇതിൻ്റെ പിന്നിലായിരുന്നു മൊത്തം. ചെതൽ കൊണ്ട് എന്താ പറയുക, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്നത് പോലെ ചെതലിനെ പേടിച്ച് എന്താ പറയുക, കട്ട്ള മൊത്തം പൊളിച്ച് ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് കാശ് അതിൻ്റെ പിന്നിൽ പോകുന്ന ചില രംഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഓക്കേ.